CPIയുടെ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള തർക്കങ്ങളും അതിനെ തുടർന്നുള്ള CPIയുടെ നിലപാടുകളുമൊക്കെയാണ് അറിയേണ്ടത്. രാജ്യസഭാ സീറ്റിൽ നിലപാട് കടുപ്പിച്ച് CPI സീറ്റ് 100% CPIക്ക് അർഹതപ്പെട്ടതെന്ന് C. ദിവാകരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അത് വിട്ട് തന്നെ ഇത് ആരുടെയെങ്കിലും കയ്യിലുള്ള കാര്യമല്ലല്ലോ. ഇത് വിട്ട് തന്നെ ഇത് CPIക്ക് അർഹമായ സീറ്റാണ് എന്ന് മറ്റുള്ളവർ കൂടി അംഗീകരിക്കണം എന്നുള്ളത് കാര്യമുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇതിനകത്തില്ല. പുതിയ കക്ഷികൾ പുതിയ ഡിമാൻഡുകൾ കൊണ്ടുവന്നാൽ എങ്ങനെയാണ് എന്നുള്ളത് ഒരു വിഷയമാണ്. പുതിയ ഡിമാൻഡ് ഇത് ഇപ്പോൾ നിലവിലുള്ളത് പഴയ ഡിമാൻഡാണ്. പഴയ ഡിമാൻഡ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത സീറ്റാണിത്. അപ്പോൾ അതിലൊന്ന് CPIക്ക് ഒന്ന് CPMന് അങ്ങനെ നിൽക്കുകയാണ്. മൂന്നാമതൊരു സീറ്റ് വരണമെങ്കിൽ വേറെ ആലോചിക്കേണ്ടി വരും. ഇപ്പോൾ 2 സീറ്റേ ഉള്ളൂ. 2 സീറ്റ് നിലവിലുള്ള സാധ്യതകൾ നോക്കിയാൽ CPIക്ക് CPMനാണ് വരേണ്ടത്. പിന്നെ LDF അതൊക്കെ ചർച്ച ചെയ്ത് ഉഭയകക്ഷി ചർച്ചയിലൂടെ അതൊരു കീറാമുട്ടിയായിട്ടൊന്നും LDFൽ വരില്ല. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഈ ആ പ്രശ്നം തീർക്കും. ഈ ബിനോയിയാണ് ഇതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. ബിനോയ്, വളരെ ലളിതമായി C. ദിവാകരൻ പറഞ്ഞു വെക്കുകയാണ്. അത് CPIയുടെ സീറ്റാണ്, CPIക്ക് അവകാശപ്പെട്ട സീറ്റാണ്, മറ്റൊരു ചോദ്യങ്ങളുമില്ല എന്നുള്ള രീതിയിൽ. എങ്ങനെ ഈ സീറ്റ് CPIയുടേതാകും, മറ്റൊരു സീറ്റ് CPMൻ്റേതാകും എന്ന് അദ്ദേഹം എത്ര സമർത്ഥമായി പറഞ്ഞു വയ്ക്കുന്നു? ഫിജി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ജൂലൈ 1-നാണ് 3 പേർ രാജ്യസഭ വിട്ട് ഇറങ്ങുന്നത്, അവരുടെ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം. CPIയുടെ ബിനോയ് വിശ്വം, CPMൻ്റെ ഇളമരം കരീം, ഒപ്പം ജോസ് കെ മാണി LDFിലേക്ക് വന്നപ്പോൾ അനുവദിച്ചു കൊടുത്ത സീറ്റാണ് ജോസ് കെ മാണിക്കുള്ളത്. എന്നാൽ തുടർന്ന് അത് വേണമോ അല്ലെങ്കിൽ ആ സീറ്റ് നൽകണോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയും LDFിനകത്ത് ഇല്ലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ സ്ഥാനമൊഴിയുന്നതിന് മുമ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നതിന് ശേഷം ഈ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 3 സീറ്റുകൾ ഒഴിയുന്നുണ്ടെങ്കിലും 2 സീറ്റുകളിലുള്ള LDF പ്രതിനിധികളെ മാത്രമേ വിജയിപ്പിക്കാൻ LDFന് കഴിയുകയുള്ളൂ. UDF ഒരു സീറ്റുണ്ട്, അത് മുസ്ലിം ലീഗിന് നൽകി കഴിഞ്ഞു, അവർ ധാരണയിലെത്തും. ഈ ജൂൺ 13-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതേസമയം കഴിഞ്ഞ 6-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 6-ാം തീയതി ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവരെത്തിയില്ല. 4-ാം തീയതി റിസൾട്ട് വന്ന അന്നേ ദിവസം തന്നെ CPI വളരെ വ്യക്തമായ ഒരു കത്ത് CPM സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു. അതായത് CPIക്കുള്ള സീറ്റിൽ CPI തന്നെ രാജ്യസഭയിലേക്ക് മത്സരിക്കും, ആ സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വേണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ സ്ഥാനം നൽകാം എന്നുമായിരുന്നു ആ കത്ത് CPM പരിഗണിച്ചിട്ടുണ്ട്, ആ കത്ത് കൈവശമുണ്ട്. ഇനിയുള്ള പ്രശ്നം ഇനി സീറ്റ് ആര് വിട്ടു നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ CPM പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. അവരുടെ ഒരു മുതിർന്ന നേതാവ് ഇളമരം കരീം രാജ്യസഭ വിട്ടു പോകുമ്പോൾ അത്തരത്തിലൊരു മുതിർന്ന നേതാവിനെ രാജ്യസഭയിൽ എത്തിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് അത്തരത്തിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് തൽക്കാലം ഈ സീറ്റ് നഷ്ടമാകും. പകരം ജോൺ ബ്രിട്ടാസും A. റഹീമാണ് ഇനി ഒഴിയാനുള്ള 2 സീറ്റ്. അത് 2025-ലും 2026-ലുമായിട്ടാണ് ആ ഒഴിവുകൾ വരിക. 2026-ൽ ഒഴിവ് വരുമ്പോൾ അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം കൂടി നോക്കി മാത്രമേ അന്നത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. 2025-ലെ സീറ്റ് നൽകിക്കൊണ്ട് ഒരുപക്ഷെ ധാരണയിലെത്താനായിരിക്കും CPM ഇപ്പോൾ നടത്താൻ പോകുന്ന ശ്രമം. നിലവിലെ സാഹചര്യത്തിൽ CPM കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് വിട്ടു നൽകാനുള്ള സാഹചര്യമില്ല. അതേസമയം രാജ്യസഭാ സീറ്റിനപ്പുറം മറ്റൊന്നിലേക്ക് മറ്റൊരു കാര്യം വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസ് എം സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ, അത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയാണ്, ഇത് നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത്തരത്തിൽ ഒരു ഭരണപരിഷ്കാര കമ്മീഷനിൽ നിന്ന് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പദവി വേണ്ട. കാരണം ജനങ്ങളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയാത്ത ഒരു സ്ഥാനത്തിന് വേണ്ടി വേണ്ട, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള അവകാശവാദം തന്നെയാണ് കേരള കോൺഗ്രസ് എം ഉന്നയിക്കുന്നത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയിലേക്ക് എത്തിയ അവരുടെ ഒരു നേതാവ് കൂടിയായ PC ജോർജ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയെ BJPയിലേക്ക് ക്ഷണിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് BJPയോട് ഒരു വലിയ ദൂരമൊന്നുമില്ല, അല്ലെങ്കിൽ അകൽച്ചയില്ല. അതുകൊണ്ട് തന്നെ താങ്കൾക്കും BJPയിലേക്ക് വരാം എന്ന തരത്തിൽ ഒരു സ്വീകരണം, അല്ലെങ്കിൽ വന്നാൽ നല്ലതായിരിക്കും എന്ന തരത്തിൽ അദ്ദേഹം ക്ഷണിച്ചിരുന്നു. ആ ക്ഷണം ഇതുവരെയായും ജോസ് കെ മാണി സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തന്നെയും BJP സീറ്റ് എന്നുള്ള അവകാശവാദത്തിൽ
വിലപേശാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം. CPM-ന്റെ മുന്നിലാണ് ഇതൊരു വലിയ കീറാമുട്ടയായി മാറാനുള്ള സാധ്യത. കാരണം അല്ലെങ്കിൽ ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ 2025 വരാൻ പോകുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം, പാലാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കേരള കോൺഗ്രസിന് കാര്യമായ തരത്തിലുള്ള ചില സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുണ്ട്. അത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കാര്യമായ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ഒപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും LDF-ന് അത്ര അനുകൂലവുമല്ല. മറ്റൊരു കാര്യമുള്ളത്, യാതൊരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം LDF വിട്ട് UDF-ലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതായത് LDF-ൽ നിന്നും UDF-ലേക്ക് പോകുന്നതിനോട് പ്രധാനമായും വിയോജിപ്പ് അറിയിച്ചിട്ടുള്ളത് റോഷി അഗസ്റ്റിൻ MLA-യും ജോബ് മൈക്കിളുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും LDF-ലേക്ക് പോകണം എന്നൊരു താല്പര്യമില്ല. അങ്ങനെ UDF-ലേക്ക് പോകണം താല്പര്യമില്ല. അങ്ങനെ UDF-ലേക്ക് പോവുകയാണെങ്കിൽ പാർട്ടിയിൽ ഒരു വിഭാഗീയത രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും 5 MLA-മാരുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവകാശവാദം തങ്ങൾക്ക് ഒരു രാജ്യസഭാ സീറ്റ് അർഹതപ്പെട്ടതാണ് എന്നുള്ളത്. ഫിജി ബിനോയ്, ഈ അർഹതപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിലവിൽ 2 സീറ്റാണുള്ളത്. ഒന്ന് CPM-നും ഒന്ന് CPI-യുടെ കയ്യിലിരിക്കുന്നു. പല സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട് എങ്കിലും CPI-ക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഇത് യാഥാർത്ഥ്യ ബോധത്തോടെ തങ്ങൾക്ക് ആവശ്യമാണ്, തങ്ങളുടേതാണ് എന്ന് പറയാനുള്ള കെൽപ്പുണ്ടോ? തീർച്ചയായും അവർ പറയുന്നത്, അതായത് LDF-ലേക്ക് കേരള കോൺഗ്രസ് എം ചെന്നപ്പോഴേക്കും അവരുന്നയിച്ചിരുന്നത് രാജ്യസഭാ സീറ്റ് എന്നുള്ള അവകാശവാദമായിരുന്നു. ആ സീറ്റ് കൃത്യമായി LDF നൽകുകയും തുടർന്നും ഈ സീറ്റിന്മേലുള്ള അവകാശവാദം ഉന്നയിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് അവകാശമുണ്ട് എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം പറയുന്നത് നിലവിൽ ഒരു ധാരണയും ഈ 5 വർഷത്തിന് ശേഷം സീറ്റ് വിട്ടുകൊടുക്കാമെന്നുള്ള ഒരു ധാരണയും കേരള കോൺഗ്രസ് എമ്മും CPM-ഉമായിട്ടോ LDF-ഉമായിട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായിരുന്ന ലോക്സഭാ സീറ്റും ഇപ്പോൾ കോട്ടയത്ത് തോറ്റതോടുകൂടി നഷ്ടമായിരിക്കുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോഴേക്കും വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടിയിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയാണ് രാജ്യസഭാ സീറ്റ് എന്നുള്ള അവകാശവാദത്തിൽ കേരള കോൺഗ്രസ് എം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകൾ നടത്തിയാൽ മാത്രമേ ഒരു അനുനയ ശ്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. 10-ാം തീയതിയാണ് LDF യോഗം വിളിച്ചിരിക്കുന്നത്. ആ LDF യോഗത്തിൽ ഒരുപക്ഷെ ഇത് ചർച്ചയാവും. ദിവാകരൻ പറഞ്ഞ അതനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ 10 മിനിറ്റ് കൊണ്ട് ചർച്ചകൾ പൂർത്തിയാകും. അതല്ലെങ്കിൽ നീണ്ട ഒരു ചർച്ചയിലേക്ക് പോകാം. എന്തായാലും CPI പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, അവരുടെ സീറ്റ് യാതൊരു കാരണവശാലും ആർക്കും വിട്ടു നൽകില്ല എന്നുള്ള കൃത്യമായ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പിന്നീട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരിക CPM-ആണ്. എന്നാൽ CPM-ൻ്റെ മുന്നിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഒരു മുതിർന്ന നേതാവിനെ നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിൽ എത്തിക്കേണ്ടത് അവരുടെ ആവശ്യം കൂടിയാണ്. അത്തരത്തിൽ CPM ഒരുപക്ഷെ ഒരു ധാരണയിലേക്ക് വരുമ്പോൾ ഇനി ഒഴിവുവരുന്ന 2 സീറ്റുകൾ ഏതെങ്കിലും ഒരെണ്ണം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സ്വാധീനിക്കാനായിരിക്കും നീക്കം നടത്തുക. ഫിജി. ശരി ബിനോയ്, എന്തായാലും CPM CPI രാജ്യസഭാ സീറ്റിനിടയിലാണ് കേരള കോൺഗ്രസ് എം രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്.